ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ സെഷനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മെറ്റീരിയലിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടെമ്പറേച്ചേഴ്സ് ഈസ് ദ ഹയസ്റ്റ്? താഴെ തന്നിരിക്കുന്ന ടെമ്പറേച്ചറുകളിൽ ഏറ്റവും വലുത് ഏതാണ്? നോക്കൂ, ഓപ്ഷൻ നോക്കിയാൽ അറിയാം, എല്ലാം വ്യത്യസ്ത യൂണിറ്റുകളിലാണ് കൊടുത്തിരിക്കുന്നത്. 100K, -13 ഡിഗ്രി ഫാരൻഹീറ്റ്, -20 ഡിഗ്രി സെൽഷ്യസ്, -23 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് -5 ഡിഗ്രി സെൽഷ്യസ്. നോക്കൂ, കെൽവിനും ഫാരൻഹീറ്റും സെൽഷ്യസും മുതലായ സ്കെയിലുകളിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ആ ടെമ്പറേച്ചർ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. നോക്കൂ, ഈ ഒരു ഫോർമുല നിങ്ങൾ കാണാതെ പഠിക്കുക. വളരെ പ്രധാനപ്പെട്ട ഫോർമുലയാണ്. ഇപ്പോൾ തന്നെ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം എഴുതി പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇത് കാണാതെ പഠിക്കുക. എന്താണ്? C/5, അതായത് സെൽഷ്യസിലെ ടെമ്പറേച്ചർ ബൈ 5 ഈസ് ഈക്വൽ ടു ഫാരൻഹീറ്റ് -32/9, ദാറ്റ് ഈസ് ഈക്വൽ ടു കെൽവിൻ K -273/5. ഓക്കെ, അപ്പൊ ഇത് ഉണ്ട് എങ്കിൽ ഏത് സ്കെയിലിൽ നിന്നും മറ്റൊരു സ്കെയിലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 എണ്ണമാണ് തന്നിരിക്കുന്നതെങ്കിൽ ഏത് സ്കെയിലിൽ നിന്നും ഒരു സ്കെയിലിൽ നിന്നും മറ്റൊരു സ്കെയിലിലേക്ക് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക. ഒന്നുകൂടി പറയുകയാണ്. C/5 ഈസ് ഈക്വൽ ടു F -32/9 ഈസ് ഈക്വൽ ടു K -273/5. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഓപ്ഷനിൽ എന്താണ് 3 സ്കെയിലുകളും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 3 സ്കെയിലുകളിലെ ടെമ്പറേച്ചറും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, തന്നിരിക്കുന്ന എല്ലാ ടെമ്പറേച്ചറിനെയും ഒരു പ്രത്യേക സ്കെയിലിലേക്ക് ആക്കുക, ഒറ്റ സ്കെയിലിലേക്ക് ആക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ ടെമ്പറേച്ചറിനെയും സെൽഷ്യസ് ആക്കാം, അല്ലെങ്കിൽ കെൽവിൻ ആക്കാം, അല്ലെങ്കിൽ ഫാരൻഹീറ്റ് ആക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാ ടെമ്പറേച്ചറുകളെയും സെൽഷ്യസിലാക്കുന്നു. എന്നാലേ നമുക്ക് ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാവുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ടെമ്പറേച്ചർ 100 കെൽവിൻ ആണ്. അതിനെ എങ്ങനെ സെൽഷ്യസിലാക്കാം? നോക്കൂ, ഈ കെൽവിന്റെ സ്ഥാനത്ത് 100 കൊടുക്കുക. ഓക്കെ, നോക്കൂ, C/5 ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുല എന്താണ്? C/5 ഈസ് ഈക്വൽ ടു 100 -273/5 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -173 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. ഇനി ഫാരൻഹീറ്റിനെ കെൽവിൻ ആക്കുന്നു. ഉപയോഗിക്കുന്ന ഫോർമുല ഏതാണ്? ഫാരൻഹീറ്റ് ആൻഡ് കെൽവിൻ. അതിനകത്ത് ഫാരൻഹീറ്റിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കെൽവിനിലെ വാല്യൂ കിട്ടും. സോറി, ഫാരൻഹീറ്റിന് എന്താണ് ആക്കുന്നത്? ഫാരൻഹീറ്റിന് സെൽഷ്യസ് ആണ് കേട്ടോ, കെൽവിൻ അല്ല, ഫാരൻഹീറ്റിന് സെൽഷ്യസ് ആണ് ആക്കുന്നത്. അപ്പോൾ C/5 ഈസ് ഈക്വൽ ടു എന്താണ്? F -32/9 എന്നാണ്. C/5 ഈസ് ഈക്വൽ ടു F -32/9. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് കൊടുക്കുക? ഈ ഫോർമുല ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് -25 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. അടുത്തത് അടുത്തത് 3 സെൽഷ്യസിലാണ്. ഓക്കെ, നമ്മൾ സെൽഷ്യസ് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ 3 ഓപ്ഷൻസും, ബാക്കിയുള്ള 3 ഓപ്ഷൻസും സെൽഷ്യസിലായതുകൊണ്ട് 2 ഓപ്ഷനുകളും കൂടി സെൽഷ്യസിലാക്കിയാൽ നമുക്ക് താരതമ്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം സെൽഷ്യസിലാക്കി. ഇനി നോക്കിക്കേ, ആദ്യത്തേത് -173 ഡിഗ്രി സെൽഷ്യസ്, രണ്ടാമത്തേത് -25 ഡിഗ്രി സെൽഷ്യസ്, -20 ഡിഗ്രി സെൽഷ്യസ്, -23 ഡിഗ്രി സെൽഷ്യസ്, -5 ഡിഗ്രി സെൽഷ്യസ്. നോക്കൂ, മൈനസ് വാല്യൂ കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ നോക്കൂ, ഏറ്റവും ഹയസ്റ്റ് അപ്പോൾ ഏതാണ്? ഈ എല്ലാം നെഗറ്റീവ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ അതിൽ ഏറ്റവും കുറവ് മാഗ്നിറ്റ്യൂഡ് ഉള്ള, അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂ വളരെ കുറവുള്ള ടെമ്പറേച്ചർ ആണ് ഹയസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, എല്ലാം നെഗറ്റീവ് ആയാൽ. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഇ ആണ്. അപ്പോൾ നിങ്ങളുടെ മെറ്റീരിയലിലെ 4ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഇ ആണ്. ഇ -5 ഡിഗ്രി സെൽഷ്യസ്. വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഏത് പ്രോബ്ലം നമുക്ക് ഇതുപോലെ വന്നാൽ എന്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 8 പറയുന്നത്? നിങ്ങളുടെ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ നമ്പർ 8 പറയുന്നത്, ദ റീഡിംഗ്സ് ഓഫ് എ ഹോട്ട് ബോഡി മെഷേർഡ് ബൈ എ സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ് തെർമോമീറ്റേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 1:2. ദെൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ഈസ്. അപ്പോൾ നോക്കൂ, ഒരു ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ നമ്മൾ 2 തെർമോമീറ്ററുകൾ കൊണ്ട് മെഷർ ചെയ്യുന്നു. ഒന്ന് സെൽഷ്യസ് കാലിബ്രേറ്റ് അല്ലെങ്കിൽ സെൽഷ്യസ് തെർമോമീറ്റർ ആണ്, രണ്ടാമത്തെ എന്താണ്? ഫാരൻഹീറ്റ് തെർമോമീറ്റർ ആണ്. അപ്പോൾ നോക്കൂ, ഈ 2 റീഡിംഗ് തമ്മിലുള്ള റേഷ്യോ 1:2 ആണെങ്കിൽ ഈ ബോഡിയുടെ ടെമ്പറേച്ചർ എത്ര? ആ ടെമ്പറേച്ചർ എന്താണ്? സെൽഷ്യസിൽ കൊടുത്തിട്ടുണ്ട്, ഫാരൻഹീറ്റിലുണ്ട്. അങ്ങനെയുള്ള 4 ഓപ്ഷനും ഉണ്ട്. ഈ കനോട്ട് ബി ഡിറ്റർമിൻഡ് ആണ്. അപ്പോൾ നോക്കൂ, നമുക്ക് ചെയ്തു തുടങ്ങാം. എന്താണ് പറയുന്നത്? സെൽഷ്യസ് റീഡിങ്ങും ഫാരൻഹീറ്റ് റീഡിങ്ങും തമ്മിലുള്ള റേഷ്യോ C/F അല്ലെങ്കിൽ C/F എന്നത് 1/2 ആണ്. നിങ്ങൾക്കറിയാം CF എന്നുള്ള കൺവേർഷൻ എന്താണ്? C/5 = F -32/9 എന്നതാണ്. അത് നിങ്ങൾ ആദ്യം എഴുതുക. C/F 1/2 ആണ്. അപ്പോൾ നോക്കൂ, F = എങ്ങനെ എഴുതാം? 2C എന്ന് എഴുതാം. അപ്പോൾ നോക്കൂ, ഈ ഫോർമുലയിൽ 2C എന്ന് കൊടുക്കുക. 2C എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? സെൽഷ്യസിലെ ടെമ്പറേച്ചർ കിട്ടും. സെൽഷ്യസിലെ ടെമ്പറേച്ചർ എത്ര? 160 ഡിഗ്രി സെൽഷ്യസ്. ഇത് ഓപ്ഷനിലുണ്ടോ നോക്കൂ, ഉണ്ട്. അപ്പോൾ എത്രയാണ്? ഓപ്ഷൻ
സി ആണ്. ഓപ്ഷൻ സി ആണ്. 8th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 160 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, വളരെ എളുപ്പമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ കൺവേർഷൻ ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. ലോജിക് അനുസരിച്ച് എന്ത് ചെയ്യുക, റേഷ്യോ അനുസരിച്ച് ആ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി അതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ 8th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 എന്താണ്? അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഡു ദ സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ് സ്കെയിൽ ഗീവ് ദ സെയിം റീഡിംഗ്? ഏത് ടെമ്പറേച്ചറിലാണ് സെൽഷ്യസും ഫാരൻഹീറ്റും സെൽഷ്യസ് ഫാരൻഹീറ്റ് സ്കെയിലുകൾ ഒരേ റീഡിംഗ് തരുന്നത്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക, സെൽഷ്യസും ഫാരൻഹീറ്റും സ്കെയിൽ ഇക്വേറ്റ് ചെയ്യാം. എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? C/F is equal to F-32/9 എന്നാണ്. നിങ്ങൾക്കറിയാം ഇത് രണ്ടും ഒരേ ടെമ്പറേച്ചർ തരികയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വാല്യൂകൾ രണ്ടും സെയിം ആണ് എന്നാണ് അർത്ഥം. അപ്പൊ നോക്കൂ, ഇവിടെ C കൊടുത്താൽ ഇവിടെ C കൊടുക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ, അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? നിങ്ങൾക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9C is equal to 5C minus 160. ഇത് ചെയ്തു നോക്കാവുന്നതാണ് കേട്ടോ. ഞാൻ വളരെ പെട്ടെന്ന് പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്, വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ 4C is equal to 160 എന്ന് കിട്ടുന്നു. C is equal to എത്ര? -40 ഡിഗ്രി എന്ന് കിട്ടുന്നു. അപ്പൊ നോക്കിക്കേ, -40 ഡിഗ്രി എന്ന ടെമ്പറേച്ചറിലാണ് സെൽഷ്യസും ഫാരൻഹീറ്റും സ്കെയിലുകൾ കോയിൻസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ടും ഒരേ റീഡിംഗ് കാണിക്കുന്നത്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് ആണ്. -40 ഡിഗ്രിയിലാണ്. ഓക്കെ, അപ്പൊ എത്രയാണ്? ഓപ്ഷൻ ബി ആണ്. നിങ്ങളുടെ 9th ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, മറ്റൊന്നുമില്ല. എന്താണ്, ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കൺവേർഷൻ കാണാതെ പഠിച്ച് ഉപയോഗിക്കുക. അതിൽ എന്ത് ചെയ്യുക, ആവശ്യമുള്ള സബ്സ്റ്റിറ്റ്യൂഷനുകൾ കൊടുക്കുമ്പോൾ എന്താണ്, വളരെ പെട്ടെന്ന് സെക്കൻഡുകൾക്കകം ഉത്തരം കിട്ടുന്നത് ആയിരിക്കും. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് നിങ്ങളുടെ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. എ തിൻ കോപ്പർ വയർ ഓഫ് ലെങ്ത് ക്യാപിറ്റൽ L ഇൻക്രീസസ് ഇൻ ലെങ്ത് ബൈ 1% വെൻ ഹീറ്റഡ് ത്രൂ എ ടെമ്പറേച്ചർ ഡിഫറൻസ് ഡെൽറ്റ T. വാട്ട് ഈസ് ദ പെർസെന്റേജ് ചേഞ്ച് ഇൻ വോളിയം വെൻ എ കോപ്പർ ക്യൂബ് ഓഫ് സെയിം ലെങ്ത് ഹീറ്റഡ് ത്രൂ ഡെൽറ്റ T? അപ്പൊ നോക്കിക്കേ, ഇത് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്, നമ്മൾ പഠിച്ച തിയറി തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. നോക്കൂ, ഒരു കോപ്പർ വയർ ലെങ്ത് ക്യാപിറ്റൽ എല്ലുള്ള ഒരു കോപ്പർ വയർ എന്ത് ചെയ്യുന്നു, ഡെൽറ്റ T ടെമ്പറേച്ചർ ഡിഫറൻസ് വരുത്തുമ്പോൾ, ഡെൽറ്റ T ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ അതിന്റെ ലെങ്ത് 1% കൂടുന്നു, 1% ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പെർസെന്റേജ് ചേഞ്ച് ഇൻ വോളിയം? വെൻ എ കോപ്പർ ക്യൂബ് ഓഫ് സെയിം ലെങ്ത് ഹീറ്റഡ് ത്രൂ ഡെൽറ്റ T? അപ്പൊ നോക്കിയേ, ഇതേ ടെമ്പറേച്ചർ എന്താണ് ഡിഫറൻസ് ഡെൽറ്റ T കൊടുക്കുമ്പോൾ ഒരു കോപ്പർ ക്യൂബിന്, അതായത് ഈ വയറിന്റെ ലെങ്ത് L ഒരു സൈഡായിട്ടുള്ള ഒരു കോപ്പർ ക്യൂബിന് ഉണ്ടാകുന്ന പെർസെന്റേജ് ചേഞ്ച് ഇൻ വോളിയമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മറ്റൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഡെൽറ്റ L/L × 100 ആണ്. അതാണ് എത്രയും തന്നിട്ടുള്ളത്? 1 പെർസെന്റേജ് എന്ന് തന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, നോക്കൂ, വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? L³ ആണ് ബേസിക്കലി. ഓക്കെ, L³ ആണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ പെർസെന്റേജ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എററിന്റെ ചാപ്റ്ററിൽ എന്താണ് അതിൽ പഠിച്ചതുപോലെയാണ്, വളരെ എളുപ്പമാണ്. ഡെൽറ്റ V. അപ്പൊ Lലെ പെർസെന്റേജ് ചേഞ്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ V/V × 100 എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? ഈ എക്സ്പോണന്റ് 3 × ഡെൽറ്റ L/L × 100. അതാണ്. ഇനി ഡെൽറ്റ L/L × 100 എത്ര തന്നിട്ടുണ്ട്? 1% തന്നിട്ടുണ്ട്. അപ്പൊ ഡെൽറ്റ V/V × 100 ആയിരിക്കും എത്രയായിരിക്കും? 3 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3% ആയിരിക്കും. അപ്പൊ എന്താണ് 16th ക്വസ്റ്റ്യന്റെ ആൻസർ? വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ആൻസർ ആണ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് നിങ്ങളുടെ മെറ്റീരിയലിലെ 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. എ മെറ്റാലിക് ബാർ ഈസ് ഹീറ്റഡ് അപ്പ് ഫ്രം 0 degree Celsius to 100 degree Celsius. What is the percentage change in length? Okay, ഒരു മെറ്റാലിക് ബാർ എന്ത് ചെയ്യുന്നു? 0 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഇനീഷ്യൽ ടെമ്പറേച്ചർ, അതിനെ നമ്മൾ ഹീറ്റ് കൊടുത്ത് 100 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചു എങ്കിൽ അതിന്റെ പെർസെന്റേജ് ചേഞ്ച് ഇൻ ലെങ്ത് എത്ര? ഒറിജിനൽ ലെങ്തിൽ നിന്നും എത്ര ശതമാനം ലെങ്ത് ആണ് കൂടിയത്? നോക്കൂ, ബ്രാക്കറ്റിൽ ഒരു ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. എന്താണ്? കോയിഫിഷ്യന്റ് ആണ്. കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആണ് തന്നിരിക്കുന്നത്. ആൽഫ ഈസ് ഈക്വൽ ടു 10⁻⁵ per Kelvin എന്നാണ് അത് തന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ്. എന്തുകൊണ്ടാണ്? ലെങ്ത് ആണ് 1% കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കൂ, നിങ്ങൾക്കറിയാം, അവിടെ തിയറി ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയി പറഞ്ഞതാണ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്നത്, അതായത് ഡെൽറ്റ L/L എന്നത് ടെമ്പറേച്ചർ ചേഞ്ചിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഡെൽറ്റ L/L ഈസ് ഈക്വൽ ടു ആൽഫ × ഡെൽറ്റ T. ഇതാണ് കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്?
പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. അപ്പോൾ ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? ഈ ക്വാണ്ടിറ്റി ഇൻറ്റു 100 കൊടുക്കണ്ട, ഇവിടെ 100 മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി നോക്കൂ, ബാക്കി വളരെ എളുപ്പമാണ്. നിങ്ങൾക്കറിയാം ആൽഫ എത്ര തന്നിട്ടുണ്ട്? 10⁻⁻5. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം 0 ആയിരുന്നു, 0 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അതിപ്പോൾ എന്തായി? അത് 100 ഡിഗ്രി സെൽഷ്യസ് ആയി. അപ്പോൾ വ്യത്യാസം എത്രയാണ്? 100 മൈനസ് 0. അതാണ് ഈ 100. ഓക്കെ, ഇൻറ്റു ഇവിടെ ഒരു 100 ഉണ്ട്. ഓക്കെ, അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 10⁻⁻5 ഇൻറ്റു 100 ഇൻറ്റു 100 എത്ര? 10⁴. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 10⁻⁻1. എത്രയാണ്? 0.1. അപ്പോൾ 0.1% ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ 17ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 19ലേക്ക് പോവാം. നിങ്ങളുടെ മെറ്റീരിയലിലെ 19ാമത്തെ ക്വസ്റ്റ്യൻ ഒരു എന്താണ്, സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. ടു കീപ് കറക്റ്റ് ടൈം മോഡേൺ വാച്ചസ് ആർ ഫിറ്റഡ് വിത്ത് ബാലൻസ് വീൽ മെയ്ഡ് ഓഫ്. അപ്പോൾ നോക്കൂ, സമയം കറക്റ്റ് ആക്കാൻ മോഡേൺ വാച്ചുകളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ബാലൻസ് വീല് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നോക്കൂ, സ്റ്റീല്, കോപ്പർ, പ്ലാറ്റിനം, ടങ്സ്റ്റൺ ആൻഡ് ഇൻവാർ. ഓപ്ഷൻ ഇ ആണ് ഇൻവാർ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്താണ്? വളരെ കുറവാണ് ബാക്കിയുള്ള മെറ്റീരിയൽസിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ വളരെ കുറവുള്ള മെറ്റീരിയൽ മോഡേൺ വാച്ചസിൽ ഉപയോഗിക്കുന്നത്? അപ്പോൾ ബാലൻസ് വീൽ എന്താണ്, ടെമ്പറേച്ചർ വ്യത്യാസം കൊണ്ട് എന്താണ് എക്സ്പാൻഷൻ കൂടിയാൽ അത് എന്ത് ചെയ്യും? സമയത്തിന്റെ അക്യുറസിയെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ലീസ്റ്റ് കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഉള്ള മെറ്റീരിയൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ബാലൻസ് വീൽ മെയ്ഡ് ചെയ്യാൻ ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ? നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പോൾ ഓപ്ഷൻ ഇ ആണ് 20th ക്വസ്റ്റ്യന്റെ ആൻസർ. സോറി 19th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഇ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ മെറ്റീരിയലിലെ 26th ക്വസ്റ്റ്യൻ ആണ്. 26th ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ സിലിണ്ടർ ഓഫ് ഡയമീറ്റർ 1 centimeter at 30 degrees Celsius is to be fitted into a hole in a steel plate. The hole has a diameter of 0.9 centimeter at 30 degrees Celsius. To what temperature must the plate be heated? ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നു. ലീനിയർ എക്സ്പാൻഷൻ, കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ ഈസ് 1.2 into 10⁻⁵ per Kelvin. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് 26th ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. 5 ഓപ്ഷൻസ് ആണ് ഉള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ സിലിണ്ടർ, 1 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സിലിണ്ടർ, അത് 30 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ 1 സെന്റിമീറ്റർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയയുടെ ഡയമീറ്റർ ആണ് പറയുന്നത്. ഓക്കെ, 1 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സിലിണ്ടർ, അതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റീൽ പ്ലേറ്റ്, നോക്കൂ, ഒരു സ്റ്റീൽ പ്ലേറ്റ് ഉണ്ട്, അതിലൊരു ഹോൾ ഉണ്ട്, ആ ഹോളിൽ ഫിറ്റ് ചെയ്യണം. ഓക്കെ, ഹോളിന്റെ ഡയമീറ്റർ 0.9 സെന്റിമീറ്ററേ ഉള്ളൂ. നോക്കൂ, ഈ സ്റ്റീൽ പ്ലേറ്റിലെ ഹോളിന്റെ ഡയമീറ്റർ 0.9 ഉള്ളൂ കേട്ടോ, 0.9. പക്ഷെ നമ്മുടെ സിലിണ്ടർ എത്രയാണ്? 1 സെന്റിമീറ്റർ ആണ് ഡയമീറ്റർ. അപ്പൊ വ്യത്യാസമുണ്ട്. അപ്പൊ എന്ത് ചെയ്യില്ല? ഫിറ്റ് ആവില്ല. ഓക്കെ, വ്യത്യാസം വരും. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ ടെമ്പറേച്ചർ, അപ്പോൾ സ്റ്റീൽ പ്ലേറ്റിന് നിങ്ങൾ ചൂടാക്കും. ആ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ സ്റ്റീൽ പ്ലേറ്റ് എക്സ്പാൻഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നോക്കൂ, ഈ സർക്കംഫറൻസ് വലുതാവും. ഓക്കെ, അത് ലീനിയർ എക്സ്പാൻഷൻ അല്ലേ? ആണ്. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, ഏരിയ നോക്കരുത്. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. നോക്കൂ, ഈ സർക്കംഫറൻസ് കൂടിയാൽ മാത്രമേ എന്ത് ചെയ്യൂ? 1 സെന്റിമീറ്റർ ഉള്ള ഈ സ്റ്റീൽ പ്ലേറ്റ് ഇതിനകത്ത് കയറുകയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ സ്റ്റീൽ പ്ലേറ്റ് അല്ല, സിലിണ്ടർ ഇതിനകത്ത് കയറുകയുള്ളൂ. അപ്പൊ ഈ സ്റ്റീൽ പ്ലേറ്റിന് നിങ്ങൾ ചൂട് കൊടുക്കുന്നു, ഹീറ്റ് കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? ഇത് ലീനിയർ എക്സ്പാൻഷൻ ഇതിൽ സംഭവിക്കും. ഓക്കെ, അപ്പൊ നോക്കൂ, ആ ചൂട്, അതായത് നിങ്ങൾ എന്തുമാത്രം ഹീറ്റ് കൊടുത്ത് ഒരു നിശ്ചിത ടെമ്പറേച്ചറിലേക്ക് ഇതിനെ എത്തിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്റ്റീൽ പ്ലേറ്റിന്റെ ഈ ഹോളി എക്സ്പാൻഡ് ചെയ്ത് ഈ സിലിണ്ടർ അതിനകത്ത് ഫിറ്റ് ആവുന്നത്. ആ ടെമ്പറേച്ചർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നോക്കൂ, നമുക്ക് ചെയ്തു തുടങ്ങാം. നിങ്ങൾക്കറിയാം, കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ കണ്ടുപിടിക്കുന്നത് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പോൾ ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാമല്ലോ.
ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പൊ നോക്കൂ, ഇതിനകത്ത് ഡെൽറ്റ എൽ എങ്ങനെ എഴുതാം? ഈ എൽ ഇങ്ങനെ മോൾ കൊണ്ടുവരുന്നു, ആൽഫ ഇൻറ്റു എൽ ഇൻറ്റു ഡെൽറ്റ, സോറി ഇതല്ല എഴുതുന്നത്, ഡെൽറ്റ എൽ ബൈ എൽ ഇസ്കിൽ ആൽഫ ആൻഡ് ഡെൽറ്റ ടി ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ ആദ്യം ഡെൽറ്റ എൽ കണ്ടുപിടിക്കാം. ഡെൽറ്റ എൽ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്റ്റീൽ പ്ലേറ്റ് നോക്കൂ, ഈ സ്റ്റീൽ പ്ലേറ്റിന്റെ സർക്കംഫറൻസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. അപ്പൊ നോക്കൂ, ഇത് ഈ സ്റ്റീൽ പ്ലേറ്റിന്റെ സർക്കംഫറൻസ് അല്ല, ഡയമീറ്റർ ആദ്യം 0.9 സെന്റിമീറ്റർ ആയിരുന്നു. അപ്പൊ റേഡിയസ് എത്രയായിരിക്കും? 0.9/2. അപ്പൊ സർക്കംഫറൻസ് എത്രയായിരിക്കും? 2π ഇൻറ്റു ഇത് ആദ്യത്തെ വാല്യൂ ആണ്. ഓക്കെ, ഇനി നോക്കൂ, ഇത് ഹീറ്റ് ചെയ്യുമ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് സർക്കംഫറൻസ് വലുതായി എത്ര പിന്നെ ഡയമീറ്റർ ഉള്ള ഒരു ഹോൾ ആകണം? ഇത് 1 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ഹോൾ ആയാൽ മാത്രമേ 1 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സിലിണ്ടർ ഇതിനകത്തേക്ക് കയറുകയുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഡയമീറ്റർ എത്രയാണ്? നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ ഇതിന്റെ ഡയമീറ്റർ എത്രയായി? 1 സെന്റിമീറ്റർ ആയി. അപ്പൊ റേഡിയസ് എത്ര? 1/2 ആണ്. അപ്പൊ സർക്കംഫറൻസ് എത്ര? 2π ഇൻറ്റു 1/2. അപ്പൊ ഫൈനൽ ലെങ്ത് 2π ഇൻറ്റു 1/2ഉം ഇനിഷ്യൽ ലെങ്ത് 2π ഇൻറ്റു 0.9/2 ആണ്. അപ്പൊ ചേഞ്ച് എത്രയാണ്? ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 2π ഇൻറ്റു 1/2 മൈനസ് 2π ഇൻറ്റു 0.9/2. ഇത് ഡയമീറ്റർ ആണ്, അതുകൊണ്ടാണ് റേഡിയസ് കണ്ടുപിടിക്കാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നോക്കൂ, സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 2π ഇൻറ്റു 1/2 മൈനസ് 0.9/2 സെന്റിമീറ്റർ. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. ഇനി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്നത് സ്റ്റീൽ പ്ലേറ്റിന്റെ കേസാണ്. സ്റ്റീൽ പ്ലേറ്റ്, സിലിണ്ടറിന്റെ അല്ല, സ്റ്റീൽ പ്ലേറ്റിന്റെ ഒറിജിനൽ ലെങ്ത്, അതായത് അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റിന്റെ ഒറിജിനൽ ലെങ്ത് അല്ല, സ്റ്റീൽ പ്ലേറ്റിലെ ആ ഹോളിന്റെ ഒറിജിനൽ സർക്കംഫറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒറിജിനൽ പിന്നെ റേഡിയസ് എത്രയായിരുന്നു? 0.9/2 ആണ്. അപ്പോൾ ഒറിജിനൽ സർക്കംഫറൻസ് എത്ര? 2π ഇൻറ്റു 0.9/2 സെന്റിമീറ്റർ. അപ്പൊ കിട്ടിയല്ലോ, രണ്ടും കിട്ടി. ഇനി ടെമ്പറേച്ചർ നോക്കൂ. ടെമ്പറേച്ചർ പറയുന്നതെന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ആ സ്റ്റീൽ പ്ലേറ്റിന്റെ ഒറിജിനൽ ടെമ്പറേച്ചർ. അത് എന്ത് ചെയ്യുന്നു? അത് കൂട്ടി ടി എന്നുള്ള ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഈ ലീനിയർ എക്സ്പാൻഷൻ സംഭവിക്കുകയുള്ളൂ. അപ്പൊ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ ടെമ്പറേച്ചർ T - 30 ഡിഗ്രി. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്തൊക്കെ ഇട്ട് കൊടുക്കാം നോക്കൂ. ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു, നോക്കൂ, ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ എൽ ബൈ എൽ ആണ് ഇത്, ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ആണ് ഇത് ഇൻറ്റു ഡെൽറ്റ ടി. നോക്കൂ, T - 30 ഡിഗ്രി. ഡെൽറ്റ എൽ നിങ്ങൾ കണ്ടുപിടിച്ചു എങ്ങനെ? 2π ഇൻറ്റു 1/2 മൈനസ് 0.9/2 ഡിവൈഡഡ് ബൈ എൽ ഒറിജിനൽ എന്താണ്? 2π ഇൻറ്റു 0.9/2 ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ. നോക്കൂ, കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ തന്നിട്ടുണ്ട് 1.2 ഇൻറ്റു 10⁻⁵ ഇൻറ്റു T - 30 ഡിഗ്രി. ഓക്കെ, അതാണ് ഡെൽറ്റ ടി. അപ്പൊ നോക്കൂ, ഇതിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. 2π ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് കിട്ടും? 0.1/2 ഡിവൈഡ് ബൈ 0.9/2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 1.2 ഇൻറ്റു 10⁻⁵ ഇൻറ്റു T - 30. അപ്പോൾ ബാക്കി സ്റ്റെപ്പ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ചെയ്യുമ്പോൾ നിങ്ങൾക്ക് T - 30 ഡിഗ്രി 9259 ഡിഗ്രി. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. കാര്യം നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത് ടെമ്പറേച്ചറിലേക്ക് എന്താണ് ഈ വസ്തുവിനെ നിങ്ങൾ ഹീറ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് ഈ എന്താണ് സർക്കംഫറൻസ് എക്സ്പാൻഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർക്കംഫറൻസ് കൂടുന്നതെന്നാണ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ നടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ T അല്ലേ കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ക്വസ്റ്റ്യനിൽ അവർ തന്നിരിക്കുന്ന ഉത്തരം T - 30 ആണ്. ഓക്കെ, T - 30 നമ്മളത് ചെയ്യുമ്പോൾ കിട്ടുന്നത് T - 30 = 9259 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. അത് ക്വസ്റ്റ്യനിലും ഉണ്ട്. ഓക്കെ, പക്ഷെ അതിലും വലിയ ഉത്തരം ക്വസ്റ്റ്യനിൽ ഇല്ല. അപ്പൊ ഇതാണ് ആൻസർ ആയിട്ട് പ്രോബബ്ലി നമ്മൾ എടുക്കാനുള്ളത്. പക്ഷെ അവർ ചോദിച്ചിരിക്കുന്നത് T ആണ്. T കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ ഈ T - 30 ഇതിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? 30 ഡിഗ്രി കൂടുമ്പോൾ കിട്ടുന്ന 9289 9289 ഡിഗ്രി സെൽഷ്യസ് ആണ് യഥാർത്ഥ ആൻസർ. പക്ഷെ അവരത് കൊടുത്തിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഓപ്ഷനിൽ 9289 ഡിഗ്രി സെൽഷ്യസ് ഇല്ല താനും. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഓപ്ഷൻ ഇതാണ്. യഥാർത്ഥത്തിൽ ഇത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. എന്തുമാത്രം ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട് എങ്കിലേ എന്ത് കിട്ടുള്ളൂ? ഈ എക്സ്പാൻഷൻ നടക്കുകയുള്ളൂ എന്ന് ക്വസ്റ്റ്യൻ വന്നിരുന്നെങ്കിൽ ഇതാണ് ആൻസർ. പക്ഷേ യഥാർത്ഥ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ കൂടെ ഏത് ടെമ്പറേച്ചറിൽ കൊണ്ടെത്തിക്കണം, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ T = 9259 + 30 = 9289 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉത്തരം വരേണ്ടത്. പക്ഷേ അത് ഓപ്ഷനിൽ ഇല്ല. ചിലപ്പോൾ പ്രോബബ്ലി ഒരു മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. ക്വസ്റ്റ്യനിൽ ആൻസർ 9259 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചതിന് ശേഷം മാത്രം ഇതുപോലെയുള്ളതിന് ആൻസർ ചെയ്യുക. അപ്പോൾ 26th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ മെറ്റീരിയലിൽ 19th ക്വസ്റ്റ്യനും അതുപോലെ 26th ക്വസ്റ്റ്യനുമാണ്. 26th ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് ചെയ്യുക? അത് ഒന്നുകൂടി എഴുതി പഠിക്കുക. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് നിങ്ങളുടെ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ നമ്പർ 28 ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. 28th ക്വസ്റ്റ്യൻ. A steel tape is calibrated at 20 degrees Celsius on a cold day when the temperature is -15 degrees Celsius.
ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ ടേപ്പ് ഈസ്. അപ്പോൾ നോക്കൂ, ഒരു സ്റ്റീൽ ടേപ്പ് കാലിബ്രേറ്റ് ചെയ്തത് 20 ഡിഗ്രി സെൽഷ്യസിലാണ്. അതായത് ആ സ്റ്റീൽ ടേപ്പിൽ എന്ത് ചെയ്തത്, അതിൻ്റെ റീഡിങ്സ് മാർക്ക് ചെയ്ത്, റീഡിങ്സ് അല്ലെങ്കിൽ ആ അളവുകൾ മാർക്ക് ചെയ്തത് ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ്. ഇനി നോക്കൂ, അങ്ങനെയാണെങ്കിൽ -15 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉള്ള ഒരു കോൾഡ് ഡേ, ഒരു തണുത്ത ദിനത്തിൽ ആ ടേപ്പിലെ പെർസെൻറ്റേജ് എറർ എത്രയായിരിക്കും? ആ ലെങ്തിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് എറർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾക്ക് തന്നിട്ടുള്ളത് സ്റ്റീലിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, നോക്കൂ, പെർസെൻറ്റേജ് എറർ അല്ലെങ്കിൽ നമുക്ക് കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ്റെ ഫോർമുല അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് കാരണം ഉണ്ടാകുന്ന ഫ്രാക്ഷണൽ ചേഞ്ച് എത്രയാണ്? ΔL/L ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ആണ്. അത് നമുക്ക് മുമ്പുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? വളരെ എളുപ്പമാണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ. ആൽഫയുടെ വാല്യൂ അറിയാം, 1.25 ഇൻറ്റു 10⁻⁵ ഇൻറ്റു നോക്കിക്കേ, വലിയ ടെമ്പറേച്ചർ മൈനസ് ചെറിയ ടെമ്പറേച്ചർ. അപ്പോൾ നോക്കൂ, 20 ഡിഗ്രി സെൽഷ്യസ് -15 ഡിഗ്രി. അപ്പോൾ രണ്ട് ടെമ്പറേച്ചറുടെ വ്യത്യാസം എടുക്കുക. മൈനസ് അതേപോലെ കൊടുക്കണം, -15. അപ്പോൾ എത്ര? 35 ഇൻറ്റു 100. ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 0.042% എന്ന് കിട്ടും. അപ്പോൾ 28th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 28th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്.